പയ്യന്നൂർ ബൈപ്പാസ് റോഡ് അപകടക്കെണിയാകുന്നു. നേരത്തെ യാത്രാദുരിതമാണെങ്കിൽ ഇപ്പോൾ അമിതവേഗതയും അശാസ്ത്രീയ നിർമ്മാണവും കാരണം ബൈപ്പാസ് റോഡിൽ അപകടങ്ങൾ നിത്യസംഭവമാവുകയാണ്. കഴിഞ്ഞ ദിവസം KSRTC ബസ് ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചുണ്ടായ അപകടം അധികൃതരുടെ ദീർഘവീക്ഷണക്കുറവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പയ്യന്നൂർ ബൈപ്പാസ് റോഡ് അപകടക്കെണിയാവുകയാണ്. നേരത്തെയുണ്ടായിരുന്നത് യാത്രാദുരിതമാണെങ്കിൽ ഇന്ന് അമിതവേഗതയും നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്. കഴിഞ്ഞ ദിവസം KSRTC ബസ് ഇടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നത് ഇതിനൊരു ഉദാഹരണമാണ്. ഇത് വാർത്താ ദാരിദ്ര്യം കൊണ്ട് തയ്യാറാക്കുന്ന വെറുമൊരു വാർത്തയല്ല. പയ്യന്നൂരിലെ യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ജീവന് സുരക്ഷിതത്വമില്ലാത്ത ഒരു റോഡിന്റെ നേർചിത്രമാണ്. കുറച്ചു കാലമായി പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ യാത്ര ചെയ്യണമെങ്കിൽ ജീവൻ കയ്യിൽ പിടിക്കണം എന്ന അവസ്ഥയാണ്. യാത്രാദുരിതം കൊണ്ട് നേരത്തെ തന്നെ ജനങ്ങളെ വലച്ചിരുന്ന ഈ പാത ഇപ്പോൾ അമിതവേഗക്കാരുടെ പാച്ചിൽ കാരണം ഒരു അപകടപാതയായി മാറിയിരിക്കുന്നു. അമിതവേഗം മാത്രമല്ല, ഇവിടുത്തെ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ച് LIC ജംഗ്ഷനും മടത്തുംപടി അമ്പലം ജംഗ്ഷനും ഇടയിലുള്ള ഭാഗം. ഇവിടെ റോഡിന് വീതി വളരെ കുറവാണ്. വലിയ 2 വാഹനങ്ങൾ ഒരേ സമയം എതിർദിശകളിൽ നിന്ന് വന്നാൽ ഇവിടെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കും. ഈ ദുരിതം പോരാത്തതിന് KSEBയുടെ പോസ്റ്റ് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നുമുണ്ട്. റോഡിന്റെ വീതിക്കുറവും ഈ പോസ്റ്റുമാണ് കഴിഞ്ഞ ദിവസം KSRTC ബസ് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റ് തകർക്കാൻ ഇടയാക്കിയത്. ഇതിനു പുറമെ റോഡിന്റെ ഇരുവശങ്ങളിലും ഉയർന്നു നിൽക്കുന്ന ഓവുചാൽ സ്ലാബുകളും ഭീഷണിയാണ്. കാൽനട യാത്രക്കാർക്ക് ഇതിലൂടെ നടക്കാമെങ്കിലും വലിയ വണ്ടികൾക്ക് സൈഡ് കൊടുക്കേണ്ടി വരുമ്പോൾ ചെറുവാഹനങ്ങൾ ഈ സ്ലാബുകളിൽ തട്ടി അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ്. ബൈപ്പാസ് റോഡ് വികസന കാര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർക്ക് വലിയ രീതിയിലുള്ള ദീർഘവീക്ഷണക്കുറവ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അധികൃതരുടെ ദീർഘവീക്ഷണമില്ലായ്മയുമാണ് ഈ റോഡിനെ ഇത്തരത്തിൽ ദുരിതപൂർണമാക്കുന്നത്. എന്തായാലും അധികൃതർ ഇതിൽ ഇടപെട്ട് ഉചിതമായ നടപടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.